അബ്ദുള്ള ഇദ്രീസ്, ലക്ഷദ്വീപ്. അപ്പോൾ നമുക്ക് ബിരിയാണി ആക്കാനത് അറിയില്ലായിരുന്നു. ഇവിടുത്തെ ഇതായിട്ട് അത്യാവശ്യം ബിരിയാണി ആക്കാൻ പഠിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൊരു വിശ്വാസം ഇല്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങനെ ബിസിനസ്സായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലൂടെ നല്ല ഇതായിട്ട് ഉപകാരപ്പെടും. ചേർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ബിരിയാണികളെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോഴാണോ അതോ മുമ്പ് കഴിച്ചിട്ടുണ്ടോ? മുമ്പ് കഴിച്ചിട്ടുണ്ട്. ബിരിയാണികൾ വ്യത്യസ്തമായിട്ടെന്ന് ഇപ്പോൾ നമുക്ക് ആകെ ഇതായിട്ട് ആമ്പൂർ ബിരിയാണി മാത്രമാണ് വ്യത്യസ്തത തോന്നിയത്. കുറച്ച് ഇതുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇതുവഴി ഇതാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് നിങ്ങൾക്ക് സെൽഫായിട്ട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഒരു വിശ്വാസമുണ്ട് നമുക്ക് ഓക്കെ ആണ്. നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഇത് ഏതൊക്കെ പ്രായക്കാർക്ക് പഠിക്കാൻ കഴിയുന്ന വിശ്വസിക്കുന്നത്? എല്ലാ പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ഇത്തരത്തിലൊരു കോഴ്സ്, അതായത് നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സ് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ട് പഠിച്ചാൽ നമുക്ക് അതൊരു യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ? ഇത്ര ഇതായിട്ട് ഇതാക്കാൻ പറ്റില്ല, യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു രീതിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കതിൽ മസാല കൂടിയിട്ടുണ്ടാവും, എരിവ് കുറഞ്ഞിട്ടുണ്ടാവും, ഉപ്പ് കൂടിയിട്ട് അങ്ങനെ ഉണ്ടായിരിക്കും. ഈ ഒരു കോഴ്സ് ചെയ്യാൻ നമുക്ക് ഇവിടെ വന്ന് തന്നെ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ മറ്റേ നമുക്കൊരു അളവ് കൃത്യമായിട്ട് കിട്ടും. ഹോട്ടലിൽ പുതിയതായിട്ട് ഇതാകുന്ന ആൾക്കാരൊക്കെ കൈക്കണക്കെന്ന് പറഞ്ഞിട്ട് വാരി ഇടലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ഏകദേശം ഒരു കണക്ക് കിട്ടും, ഇതാക്കിയിട്ട് ഇടാൻ പറ്റും കഴിയും. ഒരു ജീനിയസ് എന്ന് പറയാം. ആളുകളോടുള്ള അടുപ്പവും ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതാകുമ്പോൾ ഒരു മറ്റേ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പണിക്കാരെ വെക്കുന്നതിൽ നമുക്ക് പണിക്കാരെ വെക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. ബിസിനസ് ഇതാകുമ്പോൾ പണിക്കാരെ വെക്കുന്നതിൽ തന്നെ ഒരാളെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ജോലിക്കാരെ ഒഴിവാക്കാൻ പറ്റും. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വരും. ഞാൻ ഇപ്പോൾ ബിരിയാണി ഐറ്റംസ് മൊത്തം വെക്കാൻ പഠിച്ചു. ഇവിടെ ഏതാണ് തലശ്ശേരി, അതേപോലെ ഹൈദരാബാദി, ആമ്പൂർ, മന്തി, 4 ഐറ്റംസ്. പണിക്കാരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതേപോലെ പണിക്കാരുടെ തലയിൽ മൊത്തം വെച്ചിട്ട് മുതലാളിയായിട്ട് നമ്മൾ നിൽക്കുന്നതും നമുക്ക് ബുദ്ധിമുട്ടാവും. ഇനി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ബിരിയാണി വെറൈറ്റി കൂട്ടുന്നതായിരിക്കും നന്നായിട്ട് തോന്നുന്നു. ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസമുണ്ടോ? ഉണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാതെ ഇതായിട്ട് ജീവിക്കാനുള്ള ഇത് ഇതാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കും. നമ്മുടെ ഒരു ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റണ ഒരു ഇതായിട്ട് മാറും. നമുക്ക് കുറഞ്ഞ ടൈമിൽ എത്ര ക്വാളിറ്റി വേണമെങ്കിലും വെക്കാൻ പറ്റും. അതേപോലെ ബിരിയാണി കഴിച്ചാൽ അതിൽ ഒരു മസ്തിപ്പിക്കുന്ന ഒരു ഇതുണ്ട്, അത് കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയാം.